ഹലോ ഗൈസ്, രാവിലെ തന്നെ ബാഗും കോട്ടൊക്കെ തൂക്കിയിട്ട് ചെറുതായിട്ടൊന്ന് നടന്നു പോവാട്ടോ. അച്ഛനതാ ബേക്കിലുണ്ട്, ബേബി ആണെങ്കിൽ മുന്നിലും. നമ്മുടെ വയൽ വരമ്പിലൊക്കെ ചെളി വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. നെൽകൃഷിക്ക് മുന്നോടിയായി എല്ലാ വയലുകളിലും ചെയ്തു വരുന്ന ഒരു സംവിധാനമാണ്. കുറച്ചുകൂടെ വീതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്നത്തെയും പോലെ ഇന്നത്തെ നമ്മുടെ പായസ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് ഫാമിലീസൊക്കെ നമ്മുടെ പായസം കുടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സഹായത്തിനായി പാച്ചും അപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നൊരു ശനിയാഴ്ച ദിവസം കൂടിയാണ്. അത്യാവശ്യം ജനങ്ങൾ ഉണ്ട് താനും. അങ്ങനെ ഒരു ഫാമിലിയുടെ വക നമ്മുടെ ബോബിക്ക് ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു. അതും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവസാനത്തെ കസ്റ്റമർ ഇതേ ഈ പോകുന്ന കുഞ്ഞനാണ്. അവിടെ നിന്ന് നേരെ ഇതാ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് സുരേട്ടൻ്റെ ഹോട്ടലിൽ പോയി. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ബേബി ആണെങ്കിൽ തയ്യൽ മെഷീനിലായിരുന്നു. നമ്മുടെ ബോബിക്കുട്ടി ഓടി വന്നിട്ടുണ്ട്. ഞാൻ വന്ന പാടും ബോബിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഇതാ ബോബിക്കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ ബോബിക്കുട്ടിക്ക് കൊടുത്തു കേട്ടോ. ഈ കാണുന്ന ഗ്ലാസ് മുഴുവൻ ഇന്ന് കഴുകാനുള്ളതാ. ഇത് കഴുകി തീരുമ്പോഴത്തേക്ക് നടുവൊടിയും. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ വയലിൽ പണിയായിരുന്നു, അമ്മയാണെങ്കിൽ പണിയും വിട്ടു വരുന്നുണ്ട്. ഈ കാണുന്നത് എൻ്റെ വീട്ടിനടുത്തുള്ള അണക്കെട്ടാണ്. മഴ കാരണം വെള്ളം കവിഞ്ഞൊഴുകുന്നുണ്ട്. ഇത് നമ്മുടെ സ്ഥിരം സ്പോട്ട്. അടിപൊളിയല്ലേ? മമ്മു പുതിയ കാറൊക്കെ എടുത്തിട്ടുണ്ട്. മമ്മുവിൻ്റെ കൂടെ നേരെ കാട്ടിക്കുളത്തേക്ക് വിട്ടു. നമ്മൾ 4 പേരാട്ടോ പോയെ. കാട്ടിക്കുളത്ത് എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ന്യൂ സ്റ്റാർ തട്ടുകടയിലേക്ക്. ഇവിടെ എൻ്റെ അനിയൻ ചക്കൻ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ്റെ സ്പെഷ്യൽ പൊറോട്ടയും അപ്പവും കൂടി കഴിച്ചു നേരെ തിരിച്ച് വീട്ടിലേക്ക്.